Hello dears, welcome back to Xylem Learning. Miss ആണ്. So ദാ നമ്മൾ എല്ലാവരും ബേസിക് സയൻസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിട്ടല്ലേ. നാളെ നമ്മുടെ എക്സാം ആണ്. സോ ദാ ആ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മാർക്ക് ഉറപ്പാണ്. സോ മക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ഡിസീസസ് ഇൻടു കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലേ. അതായത് തന്നിട്ടുള്ള അസുഖങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, പകർച്ചവ്യാധികളെന്നും പകർച്ചവ്യാധികളല്ലാത്തവ ഏതെന്നും തിരിച്ചറിഞ്ഞിട്ട് പട്ടികപ്പെടുത്തണം. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ഡിസീസ്? കോമൺ കോൾഡ്, ഡയബറ്റീസ്, ക്യാൻസർ, കൺജക്റ്റിവിറ്റീസ് അതായത് നമ്മുടെ ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി ഉണ്ട്, ബ്ലഡ് പ്രഷർ, ഫിലേറിയാസിസ് അല്ലെ, മന്തുണ്ട്, യെസ്, ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, റാറ്റ് ഫീവർ, നമ്മുടെ എലിപ്പനി, അതുപോലെ തന്നെ എന്താണ്, ഹൃദ്രോഗങ്ങളുണ്ട്. അപ്പൊ ഇത്രയും രോഗങ്ങൾ, ഇത്രയും ഡിസീസസിനെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ നമുക്കറിയാം, ഒരാളിൽ നിന്ന് രോഗം വന്നിട്ടുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ള രോഗങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. സോ അതിന് ഏതൊക്കെയാണ് ആ കൂട്ടത്തിൽ വരുന്ന ആള്? ദേ നമ്മുടെ കോമൺ കോൾഡ്, നമ്മുടെ ജലദോഷമുണ്ട്, കൺജക്റ്റിവിറ്റീസ് അല്ലെ, ചെങ്കണ്ണുണ്ട്, കോളറ, ടൈഫോയിഡ്, ചിക്കുൻഗുനിയ, നമ്മുടെ ഡെങ്കി ഫീവർ, യെസ്, ഫിലേറിയാസിസ് അല്ലെ, നമ്മുടെ മന്ത്, അതുപോലെ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, റാറ്റ് ഫീവർ, നമ്മുടെ എലിപ്പനി, ഇവരെയൊക്കെ എന്തിലെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ പകർച്ചവ്യാധികളാണ് അല്ലെ. അപ്പൊ ബാക്കിയുള്ള ആളുകൾ, അതായത് ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ്, ക്യാൻസർ, ബ്ലഡ് പ്രഷർ, ഹൃദ്രോഗം, ഇതൊക്കെ എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ പകർച്ചവ്യാധികൾ അല്ലാത്തവയാണ്. അതായത് നമുക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കിത് വരണമെന്നില്ല അല്ലെ. അതായത് ഇത് എന്ത് ചെയ്യുന്നില്ല? പകരുന്നില്ല എന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ഇത് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ മക്കൾ പഠിക്കുക. ഈ ഒരു അസുഖങ്ങളൊക്കെ ചിലപ്പോൾ എല്ലാ അസുഖങ്ങളും ചോദിക്കണം എന്നില്ല, ഏതെങ്കിലുമൊക്കെ അസുഖങ്ങളായിട്ട് ഈ കാര്യങ്ങൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ചോദ്യം, യെസ്, അതിനു മുമ്പേ ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓണം സൂപ്പർ ഓഫർ നമുക്കറിയാം അല്ലേ. ഇപ്പം നമ്മുടെ ആപ്പ്, നമ്മുടെ പൃഥ്വി ബാച്ച് ഉണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മക്കൾക്ക് ഇതാ എന്താണ്, 20% ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. നമ്മുടെ ഓണം ഓഫർ ആണിത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ, ലിമിറ്റഡ് സീറ്റേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ അല്ലേ, അതായത് എക്സാം ഒക്കെ കഴിയാൻ പോവാണ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ആ ബാച്ചിൽ കിട്ടും. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞല്ലോ എന്നൊന്നും ആരും പേടിക്കേണ്ട. അതിൻ്റെയൊക്കെ റിവിഷൻ ഒക്കെ ആയിട്ട് മിസ്സുമാരെല്ലാവരും അവിടെ ഉണ്ടായിരിക്കും. സോ പെട്ടെന്ന് തന്നെ അതാ ഈ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ പാത്തോജൻസ് അല്ലേ. ആരെയാണ് നമ്മൾ രോഗകാരികൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ രോഗകാരികൾ ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ്, എങ്ങനെയാണ് പകരുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ പേര് പറയും അല്ലെ. അതായത് സൂക്ഷ്മജീവികളുടെ പേര് പറയും. ആരൊക്കെയാണ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്? ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗസ് അല്ലെ. മിസ് ഇതാ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗസ്, ഇതിനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? മൈക്രോ ഓർഗാനിസംസ് അഥവാ സൂക്ഷ്മജീവികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, അല്ലെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? പാത്തോജൻസ് അഥവാ രോഗകാരികൾ എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ അവര് ആ ഒരു രോഗാണു അല്ലെ, അതായത് നമ്മൾ പറയാറുണ്ട് രോഗം വരുത്തുന്ന ആളുകൾ അല്ലെ, ആ രോഗത്തിന്റെ കാരണക്കാരെന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പൊ ഇവര് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അല്ലെ അങ്ങനെ എത്തുമ്പോൾ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്ന് അതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ മറ്റൊരാളിൽ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അയാൾക്കും കൂടെ രോഗം വരുന്നത്. അതാണ് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെ, ആ ഒരു ഈ പറയുന്ന പകർച്ചവ്യാധികളുടെ കാര്യം ഇവിടെ പറയുന്നത്. അപ്പൊ ഇവരെയൊക്കെ പേരുകൾ മക്കള് ഓർത്തു വെക്കുക. യെസ്, നെക്സ്റ്റ് എന്താണ്? റൈറ്റ് എനി 2 ways to prevent mosquito breeding അല്ലെ. കൊതുകിനെ എന്താണ് തുരത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൊതുക് പെരുകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും 2 കാര്യങ്ങളാണ്. അത് നമുക്ക് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇപ്പൊ വാട്ടർ എന്ത് ചെയ്യരുത്? ഡു നോട്ട് ലെറ്റ് വാട്ടർ സ്റ്റാഗ്നേറ്റ് അല്ലെ, കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. മൊസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എയർ പൈപ്പ്സ്, സെപ്റ്റിക് ടാങ്കിന്റെ ഒക്കെ ആ ഒരു പൈപ്പ് കണ്ടിട്ടുണ്ടാവും, അതൊക്കെ നമ്മൾ നെറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഡേ ഒബ്സർവൻസ് അല്ലെ, ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഡ്രൈ ഡേ ആചരിക്കാറുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിൽ കൊതുകിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതാ ഈ ഒരു വീഡിയോയിൽ മിസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിനകത്തുനിന്ന് ഉറപ്പായിട്ടും മക്കൾക്ക് 5 മാർക്സ് മിസ് ഗ്യാരണ്ടി തരുവാണ്. അപ്പൊ എല്ലാവരും ഒട്ടും പേടിയില്ലാതെ നല്ല കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതുക. എല്ലാ മക്കൾക്കും മിസ്സിന്റെ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാടാ. യെസ്, ബൈ.